ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന രണ്ടാം ഘട്ട ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ IT വിഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? നോക്കൂ, ഇൻപുട്ട് ഉപകരണം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണല്ലോ ഇൻപുട്ട് ഉപകരണം, ഡേറ്റ കൊടുക്കാൻ വേണ്ടി. അത് നമ്മുടെ കീബോർഡ് പോലെയുള്ള, മൗസ് പോലെയുള്ള ഇതൊക്കെ നമ്മൾ എന്താണ് ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഇവിടെ ഓപ്ഷനിൽ കിടക്കുന്നത് സ്പീക്കർ. സ്പീക്കർ എന്താണ്? ഒരു സൗണ്ടിനെ ഇങ്ങോട്ടാണ് തരുന്നത് അല്ലേ, പ്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങോട്ട് തരിക ചെയ്യുക. മോണിറ്റർ നമുക്കൊരു ഡിസ്പ്ലേയെ ഇങ്ങോട്ട് കാണിച്ച് തരിക ചെയ്യുക. പ്രിൻ്റർ നമുക്കൊരു ഹാർഡ് കോപ്പിയെ പ്രിൻ്റ് ചെയ്ത് ഇങ്ങോട്ട് തരിക ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? സ്കാനർ ഒന്ന് നോക്കിയേ. നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ടുള്ള പേപ്പറൊക്കെ എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ അതിനെ സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റുന്ന ഉപകരണമാണെന്ത്? സ്കാനർ. അപ്പോൾ സ്കാനർ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, അതൊരു ഇൻപുട്ട് ഉപകരണമാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നോക്കൂ, നമ്മൾ ഈ അവസാനത്തെ മൂന്ന് ഓപ്ഷൻ BCD ഇത് മൂന്നും നോക്കി. വിൻഡോസ്, ലിനക്സ്, യുണിക്സ് ഇത് മൂന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. വിൻഡോസ് ഉപയോഗിക്കുന്നു, ലിനക്സ് ഉപയോഗിക്കുന്നു, യുണിക്സ് പോലെയുള്ള ഇവയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഇതൊക്കെ ഒരിക്കലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉദാഹരണങ്ങളാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് ഓർത്തിരുന്നാൽ മതി. അതിന് ഉദാഹരണമാണ് എന്ത്? വേർഡ് പ്രോസസ്സർ. നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ലേ? നമ്മൾ കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. അതൊക്കെ എന്താണ്? വേർഡ് പ്രോസസ്. അതൊക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുമെങ്കിൽ അതെന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന ക്ലാസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അവൈലബിൾ ആണ്. അതിൽ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പേരിൽ തന്നെയുണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന. അപ്പോൾ അതൊരു വലിയ ഭൂമിശാസ്ത്രമാണോ? അല്ലല്ലോ, ചെറുതല്ലേ. അപ്പോൾ ലാൻ അല്ല. അടുത്ത് നോക്കാം. പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. എന്താണ്? അതൊരു ചെറിയ നെറ്റ്വർക്കാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ. എന്താ പറയുക, നമ്മുടെ ഏതെങ്കിലും സിസ്റ്റംസിൽ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് പോലെയുള്ള സംഗതിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് നെറ്റ്വർക്കുകൾ, രണ്ട് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ നെറ്റ്വർക്കാണ് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. പേരിൽ തന്നെയുണ്ട് വളരെ വിശാലമായ, രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനെറ്റ് പോലെയുള്ള വലിയ നെറ്റ്വർക്കാണ് എന്ത്? വാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ ചോദ്യം നോക്കിയാൽ ഒരു വലിയ ഭൂമിശാസ്ത്രം എന്ന് കാണുമ്പോൾ ധൈര്യമായിട്ട് എന്ത് ടിക്ക് ചെയ്യാം? വാൻ ടിക്ക് ചെയ്യാം. ദെൻ ഡി, ബസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതൊരു നെറ്റ്വർക്ക് അല്ല. ബസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടോപ്പോളജിയാണ്. നമുക്കതിനെ അത് കൺസിഡർ ചെയ്യേണ്ടതേ ഇല്ല. അടുത്ത ചോദ്യം, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഡാഷ്. നോക്കൂ, നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ആയിരുന്നാലും നമുക്കൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ കിടക്കുന്ന ഏതെങ്കിലും എന്താ പറയുക ചില സോഫ്റ്റ്വെയർസ് എടുത്തിട്ടാണ്, ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ പോകണമെങ്കിൽ www.google.com അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സൈറ്റിലേക്ക് പോകണമെങ്കിൽ ആ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടി അതിൽ കിടക്കുന്ന ചില സോഫ്റ്റ്വെയർസ് ഓപ്പൺ ചെയ്യും. അതായത് എന്താ പറയുക, ഗൂഗിൾ ക്രോം ആയിരിക്കാം, അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സഫാരി, ആപ്പിളിൻ്റെ ഒക്കെ മെഷീനിലാണെങ്കിൽ സഫാരി എന്ന് പറയുന്ന ബ്രൗസർ, ഇത് സോഫ്റ്റ്വെയർസ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയർ പറയുന്ന പേരെന്താണ്? ബ്രൗസേഴ്സ് എന്ന് പറയുക. ബ്രൗസർ അല്ലേ, ബ്രൗസർ. ഓക്കെ, അപ്പോൾ ഇമെയിൽ അല്ല. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്താണ്? നമുക്കറിയാമല്ലോ, എന്താ പറയുക, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് സ്പ്രെഡ്ഷീറ്റ്. നമ്മൾ എക്സലും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കല്ലേ അക്കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന ഗണത്തിൽ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. IT ആക്ട് നിലവിൽ വന്ന വർഷം. ഒരിക്കലും മറന്നുപോലെ CBSE സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 IT ആക്ട് 2000 ജൂൺ 9 പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. അത് നിലവിൽ വരുന്നത് എന്താണ്? 2000 ഒക്ടോബർ 17. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. ഇന്ത്യയിലെ ഈ IT ആക്ട് ഒരിക്കൽ അമെൻഡ്മെൻറ്റിന് വിധേയമായിട്ടുണ്ട്. ആ അമെൻഡ്മെൻറ്റ് നടത്തിയ വർഷം
2008 ഏതാണ് വർഷം? 2008. 2008 ഡിസംബർ 23 IT അമെൻഡ്മെൻറ്റ് ആക്ട് പാസ്സാക്കുന്നത്. എന്നാൽ അത് നിലവിൽ വന്നത്, അതായത് രാഷ്ട്രപതി ഒപ്പിടുമ്പോഴാണല്ലോ ഒരു ആക്ട് നിലവിൽ വരിക. 2008 ഡിസംബർ 23 ഭേദഗതി പാസ്സാക്കിയെങ്കിലും നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. മറ്റ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.